മരണക്കെണിയായി കുന്നംകുളം കോഴിക്കോട് സംസ്ഥാന പാത. കഴിഞ്ഞ 3 വർഷത്തിനിടെ പെരുമ്പിലാവ് കമ്പിപ്പാലം പാറയമ്പാടം മേഖലയിൽ റോഡിൽ പൊലിഞ്ഞത് 1 ഡസൻ ജീവനുകളാണ്. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണവും ശോചനീയാവസ്ഥയും ചെറുവാഹനങ്ങൾക്ക് അപകടക്കെണി തീർക്കുമ്പോൾ മരണം ഉറപ്പാക്കാൻ ബസ്സുകളുടെയും ടോറസുകളുടെയും മരണപ്പാച്ചിലും ഈ മേഖലയിലുണ്ട്. അപകടങ്ങളിൽ ഏറ്റവും അവസാനത്തേത് ഇന്നലെ നടന്ന അപകടമാണ്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയുമായിരുന്ന 24 വയസ്സുകാരനാണ് ഇന്നലെ മരിച്ചത്. അമിത വേഗതയിൽ വന്ന ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന കോട്ടോൽ സ്വദേശി അഭിഷിക്തിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ബസിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങി മറ്റൊരു യുവാവ് കൊല്ലപ്പെട്ടത് മാസങ്ങൾക്ക് മുൻപാണ്. കാപ്പ കേസ് പ്രതികളുമായി സഞ്ചരിച്ചിരുന്ന പോലീസ് ബസ് പിക്കപ്പുമായി കൂട്ടിയിടിച്ചതും ഈ മേഖലയിൽ തന്നെ. കാറും ടിപ്പറും കൂട്ടിയിടിച്ച് പെരുമ്പിലാവിൽ 3 കാർ യാത്രികർ മരിച്ചത് 1 വർഷം മുമ്പാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 2 ഡസനിലധികം വലിയ വാഹനാപകടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മേഖലയാണിത്. ടോറസ് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടുണ്ട്. അതും വലിയൊരു അപകടം ഉണ്ടാക്കുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമായിട്ടാണ് പോകുന്നത്. അത് ബംഗാളികളൊക്കെയാണ് അതിലേറെ ഡ്രൈവർമാർ. ഇതൊക്കെ അവർക്കാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു എന്താണെന്നൊന്നും അറിയാതെ അങ്ങോട്ട് ഓടിച്ചു പോവാണ്. പിന്നെ അത് രക്ഷപ്പെടുത്താൻ അവരുടെ വലിയ വലിയ മുതലാളിമാർ ഇവരൊക്കെ ഉള്ള കാരണം കൊണ്ട് സാധാരണക്കാരുടെ കാര്യം വലിയ പ്രശ്നമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ റോഡിലെ കുണ്ടുകുഴി, ആ പെട്ടെന്ന് വണ്ടി സ്പീഡിൽ പോകണമായിരത്താകും ബ്രേക്ക് പിടിക്കുക, ആ ബാക്കിൽ വന്ന് ഇടിക്കും. അങ്ങനെ അപകടങ്ങൾ, അങ്ങനെ ഒരുപാട് അപകടമുണ്ട്. നിശ്ചിതമായി നീണ്ടുപോകുന്ന പാലത്തിന്റെ പണികളും റോഡ് പണികളൊക്കെ ഒക്കെ അതെ അപകടത്തിന് വലിയൊരു കാരണം, വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. പെരുമ്പിലാവ് മുതൽ ചൂണ്ടൽ വരെ അപകടക്കെണിയുണ്ടെങ്കിലും കമ്പിപ്പാലം പാറയമ്പാടം മേഖല മരണക്കെണിയായി മാറിയിരിക്കുകയാണ്. തിപ്പിലശ്ശേരി മേഖലയിലെ ക്രഷറികളിൽ നിന്നും ക്വാറികളിൽ നിന്നും പോകുന്ന 100 കണക്കിന് ടോറസുകളിൽ ഭൂരിഭാഗവും ഓടിക്കുന്നത് യാതൊരു ഡ്രൈവിംഗ് പരിജ്ഞാനവുമില്ലാത്ത അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നും ഇവർ റോഡിൽ ചെറുവാഹനങ്ങൾക്ക് വൻ ഭീഷണി ഉയർത്തുന്നെന്നും ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ റോഡിൽ മരണം വിതയ്ക്കുന്നത് ബസ്സുകളാണെന്നാണ് മറ്റൊരു വാദം. നിരവധി അപകടങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ബൈക്കുകളാണ്. എന്ന് പറഞ്ഞാൽ ബസ്സുകളുടെ അമിത വേഗത, റോഡിൻ്റെ ശോചനീയാവസ്ഥ, പണി പൂർത്തീകരിക്കാത്ത റോഡ്, ഇതൊക്കെ ഇവിടെ അപകടങ്ങളൊക്കെ തുടർച്ചയായിട്ട് ഇവിടെ അപകടങ്ങളിൽ പെടുന്നുണ്ട്. തുടർച്ചയായിട്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു തിരക്കാണ് ഈ പെരുമ്പിലാവ് ടു കുന്നംകുളം വരെ. അപ്പോൾ വലിയൊരു തിരക്കിനനുസരിച്ചുള്ള വാഹനങ്ങളുടെ അമിതമായ പെരുപ്പവും പിന്നെ ബസ്സുകളുടെ അമിതമായ വേഗതയൊക്കെയാണ് ഈ അപകടങ്ങളുടെ കാരണം. കൃത്യമായി ഡിവൈൻഡർ, പോലീസും ഡിവൈൻഡറും ക്യാമറയൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയൊരു അപകടങ്ങൾ തുടർച്ചയാവുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരായ ഞങ്ങളുടെ അഭിപ്രായം. തൃശ്ശൂരിൽ നിന്നും വടക്കൻ കേരളത്തിലേക്കുള്ള പ്രധാന പാത ആയതിനാൽ കണ്ണൂർ, വയനാട്, കോഴിക്കോട് ബസ്സുകൾ തൃശ്ശൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള തകർന്ന റോഡിലെ സമയം തിരിച്ചുപിടിക്കാൻ ഈ മേഖല ഉപയോഗിക്കുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ജീവനുകൾ പൊലിയുന്നതിനപ്പുറം 2 ഡസനിലധികം പേർക്ക് ഗുരുതര പരിക്കുകൾ ഏൽപ്പിച്ച അപകടങ്ങളും ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. വാഹന പരിശോധനകളും വേഗത നിയന്ത്രിക്കാനുള്ള നടപടികളും കൈക്കൊള്ളേണ്ട മോട്ടോർ വാഹന വകുപ്പും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കേണ്ട പൊതുമരാമത്ത് വകുപ്പും ഉറക്കത്തിലാണ്. പാറയമ്പാടം കമ്പിപ്പാലം മേഖല മരണക്കെണിയുമായി കാത്തിരിക്കുന്നുണ്ട്. സൂക്ഷിക്കുക. ന്യൂസ് ഫാക്ട്, കുന്നംകുളം.